കണ്ണീർ, കൂടോത്രം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ശരിക്കും ഇത് ബലിക്കുമോ? നമ്മുടെ ബിസിനസ്സിലാണെങ്കിലും പഠനത്തിലാണെങ്കിലും ശാരീരിക ആരോഗ്യവും മാനസിക ആരോഗ്യം അത്യാവശ്യമാണ്. നമ്മുടെ ബ്രെയിനുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. അതിനുശേഷം നമുക്ക് നോക്കാം ഇത് ബലിക്കുമോ ഇല്ലേ എന്നുള്ളത്. കണ്ടിന്യൂസ് ബയാസ് എന്ന് പറയും. നമ്മുടെ ബ്രെയിൻ ഒരു കാര്യം സ്ട്രോങ് ആയിട്ട് വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് ശരിയാണെന്ന് പ്രൂവ് ചെയ്ത് തരുന്ന തരത്തിലുള്ള തെളിവുകൾ ബ്രെയിൻ തന്നെ കണ്ടുപിടിക്കും. ഒരാൾ കൂടോത്രം ചെയ്യപ്പെട്ടു എന്ന് അയാൾ വിശ്വസിക്കുകയാണെങ്കിൽ, അത് ശരിയാവണം നിർബന്ധമൊന്നുമില്ല, അയാൾ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് അയാളുടെ ബിസിനസ്സിലെ പ്രശ്നവും വീട്ടിലെ പ്രശ്നങ്ങളും ഇതെല്ലാം കണക്ട് ചെയ്ത് അയാളുടെ ബ്രെയിൻ തന്നെ ഇതൊരു വലിയൊരു പ്രശ്നമായിട്ട് കാണിച്ചു കൊടുക്കും. ഇതിനോടൊപ്പം ഉണ്ടാകുന്ന മറ്റൊരു പ്രതിഭാസമാണ് നോസീബോ എഫക്റ്റ് എന്ന് പറയും. നമുക്കൊരു ഡേഞ്ചർ വരുന്നുവെന്ന് നമ്മുടെ ബ്രെയിൻ മനസ്സിലാക്കിയിട്ട് ശരീരത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തും. ആൻസൈറ്റി, സ്ട്രെസ്സ്, നമ്മുടെ ശരീരം മൊത്തത്തിൽ വീക്കാവുക, നമുക്ക് കോൺസെൻട്രേഷൻ ഇല്ലായ്മ, ഇതുപോലുള്ള പല പ്രശ്നങ്ങളും ഈ ഒരു നോസീബോ എഫക്റ്റ് കൊണ്ടുണ്ടാവും. സ്ട്രെസ് ഹോർമോണുകളായിട്ടുള്ള കോർട്ടിസോൾ, അഡ്രിനൽ പോലെയുള്ള ഹോർമോണുകളുടെ റിലീസ് ഭയങ്കരമായിട്ട് കൂടും. അത് കാരണം നെഞ്ചുവേദന ഉണ്ടാവും, തലവേദന ഉണ്ടാവാം, ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവാം, ശരീരം മുഴുവൻ വേദന ഉണ്ടാവാം, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മൊത്തത്തിൽ നമ്മൾ മെൻ്റലി അങ്ങ് ഡൗൺ ആവുന്ന രീതി ഉണ്ടാവാം. ഇതിനെല്ലാം കാരണം നമ്മൾ ആ വിശ്വാസമാണ്. അത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് എനിക്ക് ഈ കൂടോത്രം ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കണ്ണീർ പറ്റിയിട്ടുണ്ടെന്നുള്ള വിശ്വാസമാണ്. മതപരമായിട്ടുള്ള ഒരു കാര്യവും ഞാൻ ഈ ചർച്ചയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മുടെ ബ്രെയിൻ നമ്മുടെ വിശ്വാസത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളൊരു ബിസിനസ്സുകാരനാണ് അല്ലെങ്കിൽ നിങ്ങളൊരു വിദ്യാർത്ഥിയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് മാക്സിമം ഇങ്ങനൊരു പ്രശ്നം നമ്മുടെ ബ്രെയിനിനെ അഫക്റ്റ് ചെയ്ത് നമ്മുടെ വർക്കിനെ ബാധിക്കാത്ത രീതിയിലുള്ള ഒരു ക്യാപ്പബിലിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്കായി പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഇത് ആവശ്യമുള്ള നിങ്ങളുടെ സുഹൃത്തിന് അയച്ചു കൊടുക്കുകയും ചെയ്തോളൂ.